സർ, റവദ ചന്ദ്രശേഖർ കേരളത്തിൻ്റെ DGP ആയിട്ട് ചുമതലയേറ്റു. റവദ ചന്ദ്രശേഖറുടെ പേര് കേന്ദ്രത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ലിസ്റ്റിലെങ്ങും, അവർ സോർട്ട് ചെയ്ത ലിസ്റ്റിലെങ്ങും റവദ ചന്ദ്രശേഖറുടെ പേരില്ലായിരുന്നു. താല്പര്യം മറ്റൊരാളിനെ DGP ആക്കാനായിരുന്നു പിണറായി സർക്കാരിന്. ഈ റവദ ചന്ദ്രശേഖരനെ DGP ആക്കേണ്ടി വന്നത് ഒരു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഒരു അന്തർധാരയാണോ? പ്രത്യേകിച്ചും പിണറായി, മോദി, CPM, BJP അന്തർധാരയാണോ ഇതിൽ പ്രതിഫലിക്കുന്നത്? ഒരു മാബി സംശയിക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. മറ്റേ കോബീലി എന്ന് പറയുന്ന പോലെ അല്ല, കോലീബി. അത് വരത്തില്ല. കോലീബി, അതെ, കോലീബി അല്ല. ഇവിടെ മാബി, അതായത് മാർക്സിസ്റ്റ് പാർട്ടിയും BJPയുമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒത്തുതീർത്തേ പറ്റൂ, CPMന് ഇത് വഹിച്ചേ പറ്റൂ. നോക്കൂ, തമിഴ്നാട്, കർണാടക മുതലായ സംസ്ഥാനങ്ങളിൽ ഇന്നത്തെ ദിവസം തന്നെ പുതിയ DGPമാർ ജൂലൈ 1 അധികാരമേൽക്കുകയാണ്. അവർ ഈ കേന്ദ്ര ലിസ്റ്റ് പരിഗണിച്ചിട്ടേ ഇല്ല. കേരളത്തിനും ആ ഓപ്ഷൻ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ഇദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിട്ട് അവരുടെ ആളിനെ തന്നെ ആക്കാമായിരുന്നു. MR അജിത് കുമാറിനെ ആരെങ്കിലും ആക്കാമായിരുന്നു. എന്തുകൊണ്ട് പോയില്ല എന്നുള്ള ചോദ്യം താങ്കളുടെ ചോദ്യവുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നു. നമുക്കൊരു പക്ഷേ അതിൻ്റെ സത്യം ഒരിക്കലും അറിയാൻ പറ്റിയെന്ന് വരില്ല. കാരണം അതീവ രഹസ്യമായിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കപ്പെടുക. നമ്മൾ അറിയുന്നത് അല്പം എല്ലാം ഓമനെ ദൈവസങ്കല്പം എന്ന് പറയുന്നതിന് പകരം ഇതെല്ലാം രാഷ്ട്രീയ രഹസ്യങ്ങളാണ്. ചിലപ്പോൾ പുറത്തു വരാതിരിക്കാം, പുറത്തു വന്നേക്കാം. സമർത്ഥനായ പ്രവർത്തനം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നതുമാണ്. പക്ഷേ അങ്ങനില്ല, നമുക്കിപ്പോൾ അങ്ങനൊരു അവസ്ഥയില്ല. അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ആ ഒരു ലിങ്ക് താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. അതുപോലെ തന്നെ ലിസ്റ്റിൽ 2 പേര് വേറൊരാളും ഉണ്ടായിരുന്നു, നിതിൻ അഗർവാൾ എന്ന് പറയുന്ന പേര്. അദ്ദേഹമാണ് ഒരു പക്ഷേ ആദ്യം ഇടം പിടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ലിസ്റ്റിൽ ഒന്നാമനാണ് അദ്ദേഹം. പക്ഷേ CPMന് അദ്ദേഹത്തെ എടുക്കാതിരിക്കാൻ തക്കതായ കാര്യമുണ്ട്. രണ്ടിലേതെങ്കിലും ഒന്ന് എടുക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഞാനീ പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിയും BJPയുമായിട്ടുള്ള ഒരു ധാരണ. ഞാനതിനെ ഒരു സഖ്യമെന്ന് പറയുന്നുള്ളൊരു ധാരണ അവിടെ ഉണ്ടായി. അത് കുഴപ്പമില്ലാത്ത കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. പക്ഷേ നിതിൻ അഗർവാളിനെ എടുക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം CPMനെ സംബന്ധിച്ചിടത്തോളം അത് പറയുന്ന BSFുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. കേന്ദ്രത്തിൻ്റെ അതൃപ്തിക്ക്, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതൃപ്തിക്ക് മാത്രമായിട്ട് നുഴഞ്ഞുകയറ്റം ഫലപ്രദമായിട്ട് തടയാനായില്ല അദ്ദേഹത്തിന്. അതെ, കഴിവ് കാണിച്ചില്ല. അതിന് ആരോപിക്കപ്പെടുന്ന ഒരു വിഷയമുണ്ട്. പിന്നെ കേരളത്തിൻ്റെ DGP ആയിട്ട് കഴിവ് കേട്ടവനെ എന്ന് വിചാരിച്ച് അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഒന്നാമത് വരാൻ കാര്യം. പക്ഷേ വേറൊരു കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ CPMൻ്റെ ഒരു വീക്ഷണ കോണിൽ നിന്ന് നമ്മളിത് ചിന്തിക്കുമ്പോൾ ഈ നിതിൻ അഗർവാളാണ് ഇപ്പോൾ പ്രമുഖ നേതാവായിട്ടുള്ള CPM നേതാവായിട്ടുള്ള കണ്ണൂരിലെ പ്രധാന നേതാവായിട്ടുള്ള സുകുമാരൻ എന്ന് പറയുന്ന സഖാവിനെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ച് അവശനാക്കിയത് വ്യക്തി മാത്രം. ഈ നിതിൻ അഗർവാൾ എന്ന് പറയുന്ന കേസിൽ അദ്ദേഹത്തിനുണ്ട്, ആ പങ്കുണ്ട്. അതിൻ്റെ റോൾ പ്രധാനമായിട്ട് ഇദ്ദേഹമാണ് വഹിച്ചത്. അവൻ ഡയറക്റ്റാണത്. പക്ഷേ റവദ ചന്ദ്രശേഖർ അതിലും വലിയൊരു പാതകത്തിന് സാക്ഷ്യം വഹിച്ച ആളാണ്. കൂത്തുപറമ്പ് വെടിവെപ്പ് സമയത്ത് RDOയുടെ ഉത്തരവ് പ്രകാരം വെടിവെപ്പ് നടത്തിയവിടെ അന്ന് അദ്ദേഹം ASP ആയിരുന്നു. അതിൻ്റെ തലേദിവസവും കണ്ട് അദ്ദേഹം അതിൻ്റെ തലേദിവസം ചാർജ് എടുത്തിട്ടേ ഉള്ളൂ. പുതിയ ആളാണ്. ഉത്തരവങ്ങ് പാലിച്ചു, നടപ്പാക്കി. 5 സഖാക്കളാണ് അവിടെ ജീവൻ പൊലിഞ്ഞു വീണത്. 5 സഖാക്കൾ. വലിയ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. മാത്രമല്ല ഒരു സഖാവ് മറ്റൊരു സഖാവും കൂടെ ഉണ്ടായിരുന്നു. ഏറെക്കാലം പരിക്കേറ്റ് ചലനശേഷി നഷ്ടപ്പെട്ട് കിടപ്പിലായ പുഷ്പൻ ആണ്. പുഷ്പനെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2024 അദ്ദേഹം രക്തസാക്ഷിയായി. അതിൻ്റെ ഫലമായിട്ട് മരിച്ചവരാണ്. അത്രയധികം സഖാക്കളെ കൊന്നു വകവരുത്തിയ ഒരാളിന് ഒരിക്കലും CPM മാപ്പ് കൊടുക്കാറില്ല. അവനെ തീർത്തിരിക്കും. അതാണ് CPMൻ്റെ സിദ്ധാന്തം. അതാണ് സാർ, ഈ ഒരു ലോക്കപ്പ് മർദ്ദന കേസിൽ ആരോപണ വിധേയനായ ആളെ മാറ്റി നിർത്തിയിട്ട് 5 പേരെ വെടിവെച്ചു കൊന്നു എന്നുള്ള കേസിൽ ആരോപണ വിധേയനായ ആളിനെ സ്വീകരിച്ചു. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു. അതാണ് പറയാനുള്ളത്. ഇപ്പോൾ നോക്കൂ, ആ MV രാഘവൻ്റെ ഒരു വാശി കാരണമാണ് അവിടുത്തെ സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്.
ഹക്കിം ബത്തേരി എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു, ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു പോയത്. ശബരിമലയിലേക്ക് തൃപ്തി ദേശായിയെ പോലെയുള്ള ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോയതുപോലെ ഒരു റിസ്ക്കാണ് എടുത്തത്. അവിടെ വലിയൊരു റിസ്ക് എടുക്കാൻ തയ്യാറായി. DYFI എന്ന് പറഞ്ഞ ഉറച്ച മനസ്സോടുകൂടി പാർട്ടിയെ വഞ്ചിച്ച MP രാഘവനെ TP ചന്ദ്രശേഖരനെ പോലെ മറ്റൊരു തന്ത്രത്തിലൂടെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. അവരുടെ ശക്തി നമുക്കറിയാമല്ലോ, കണ്ണൂരിലും കൂത്തുപറമ്പിലും അവരുടെ ജീവശ്വാസമാണ് CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ശക്തി, അതിൻ്റെ ഒരു വീര്യമൊക്കെ അറിയാവുന്നവർക്ക് മാത്രമേ അറിയൂ. അത്ര എന്തിനും മരിക്കാനും തയ്യാറായിട്ട് തന്നെയാണ് ഇവർ, കൊല്ലാനും തയ്യാറായിട്ട് തന്നെ പോകുന്ന സന്ദിഗ്ധ സന്ദർഭത്തിൽ പലരും MP രാഘവനോട് പറഞ്ഞ് അങ്ങോട്ട് പോകേണ്ട, കുഴപ്പമാണ്. അത് വകവയ്ക്കാതെ CPMനെ, അതായത് MP രാഘവനെ നമുക്കറിയാമല്ലോ, നിശ്ചയദാർഢ്യത്തിൻ്റെ ആളാണ് അദ്ദേഹം. നിശ്ചയദാർഢ്യം, പിന്നോട്ടില്ല. ഒരു നല്ല CPMകാരനാണ് അദ്ദേഹം. എന്തിനും മടിക്കും, എടാ പോടാന്നൊക്കെ നിയമസഭയിൽ പറയുകയും അടി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഗുണ്ട നേതാവ് തന്നെയാണ് MP രാഘവൻ. MP രാഘവൻ പുറത്തായപ്പോഴാണ് പിണറായി വിജയൻ ആ സ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി എത്തിയത് പാർട്ടിയിൽ എന്നുള്ളതും നമുക്കറിയാം. ശക്തനായിട്ടുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു അദ്ദേഹം. അതിനു മുമ്പ് CBC വാര്യറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത്ര ശക്തനായിട്ടുള്ള നേതാവ് പിന്നോട്ട് പോകുന്നത് തനിക്ക് നാണക്കേടാണെന്ന് വിചാരിച്ചിട്ട് അടുത്തുള്ള ഹക്കിം ബത്തേരി തന്നെ പിന്നെ പറഞ്ഞിട്ട് അദ്ദേഹം വിറയ്ക്കുകയായിരുന്നു, പേടിച്ച് വിറയ്ക്കുകയായിരുന്നു. കാരണം അത്ര വലിയ ജനസാഗരമാണ് DYFIയുടെ നേതൃത്വത്തിൽ അവിടെ കൂടിയത്. അപ്പോൾ അതിനിടയ്ക്കൂടെ അദ്ദേഹം ഈ പറയുന്ന വടിവാളുകൾക്കിടയിലൂടെ നീങ്ങി, ബോംബുകൾക്കിടയിലൂടെ നീങ്ങി അതുപോലൊരു നീക്കം അദ്ദേഹം നീക്കം നടത്തിയപ്പോൾ അപകടകരമാണെന്നൊരു റിപ്പോർട്ട് കിട്ടി. അതിനെ തുടർന്നാണ് RDO അവരെ അവിടുന്ന് എന്തു മാർഗം ഉപയോഗിച്ചും തുരത്താൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് വെടിവയ്പ്പിന് ഉത്തരവ് കൊടുത്തത്. വെടിവയ്പ്പ് വന്നതോടുകൂടി 5 സഖാക്കൾ അവിടെ പോയി നെഞ്ച് വിരിച്ചുകൊണ്ട് അതിൻ്റെ മുമ്പേ ചെല്ലുകയല്ലേ, തിരിഞ്ഞോടുകയല്ലോ. അങ്ങനെയാണ് പുഷ്പൻ സഖാവ് നിശ്ചലനായതും അതുപോലെ 5 സഖാക്കൾ അവിടെ തന്നെ പൊലിഞ്ഞു വീണതും. അപ്പോൾ CPM അതൊരു വലിയ രക്തസാക്ഷി പ്രശ്നമാക്കി മാറ്റിക്കൊണ്ട് ആ രക്തസാക്ഷികളെ വിളിച്ച് കേരളം മുഴുവൻ വോട്ട് വാങ്ങിക്കുന്ന ഒരു പരിപാടിയിലേക്ക് പോകാൻ അതിടയാക്കിയിട്ടുണ്ട്. പക്ഷേ പിന്നെ ക്രമേണ അദ്ദേഹത്തിൻ്റെ മകൻ അവതാരകനുമായി MP നികേഷ് കുമാർ തന്നെ കട്ട CPMകാരനായി പാർട്ടിയിൽ ഉന്നതമായ പദവി വഹിക്കുന്ന ഒരാളാണ്. അഴീക്കോട് മത്സരിക്കുന്ന മത്സരിക്കുന്ന തോറ്റുപോയി. പക്ഷേ നേരത്തെ മത്സരിച്ച് തോറ്റുപോയ 2 തവണ തോറ്റുപോയി. പക്ഷേ പാർട്ടിയിൽ ഇപ്പോൾ ഉന്നതമായിട്ടുള്ള സ്ഥാനം സോഷ്യൽ മീഡിയയുടെ ആ കാര്യങ്ങളിലാണെന്ന് തോന്നുന്നു. ശക്തമായിട്ടുള്ളൊരു സാന്നിധ്യമായിട്ട് അദ്ദേഹം ഇപ്പോൾ തുടരുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ആ വെറിയങ്ങ് മാറി. അത് തന്നെയാണല്ലേ ശരിയായ പ്രതികാരം. അദ്ദേഹത്തിൻ്റെ മകനെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് എടുക്കുക, പാർട്ടി ശത്രുവിൻ്റെ മകനെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക്, അവിടെ തീരേണ്ടത് അവിടെ കുറച്ചൊക്കെ തീർന്നു എന്നുള്ള സത്യം. അതോടുകൂടി MP രാഘവൻ്റെ നമ്മളീ പറയുന്നത് പോലെ രവതയുടെ വരവ് എന്തെങ്കിലും CPMന് ഈ പറയുന്നത് പോലെ യോജിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഒന്നും കാണാതെ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ നിയമനത്തിന് കൂട്ടുനിൽക്കുമോ? ഇത്തരത്തിൽ അദ്ദേഹത്തെ DGP ആക്കാൻ ശ്രമിക്കുമോ? തയ്യാറാകുമോ? തമ്മിൽ ഭേദം എന്ന് പറഞ്ഞാൽ എടുത്തത് അദ്ദേഹത്തെ വലിയൊരു എക്സലൻ്റ് ആയിട്ടുള്ളതെന്നും പറഞ്ഞൊരു പിന്നെ MR അജിത് കുമാറിൻ്റെ കാര്യത്തിൽ കാണിച്ച പോലെ ഒരു താല്പര്യം വെച്ചല്ല. തമ്മിൽ ഭേദം. സുകുമാരനെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ച നിതിൻ അഗർവാളിനേക്കാൾ ഭേദം ഇദ്ദേഹം ഒരു ആ ഒരു ന്യായം വെച്ചിട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ ഒരു ചൊവ്വാദോഷം ഉണ്ട് ഇതിൽ. ചൊവ്വാഴ്ചയാണ് ജാഥ എടുക്കുന്നത്. നേരത്തെ ആകാമായിരുന്നു, നേരത്തെ ഈ നിയമനമാകാമായിരുന്നു. പക്ഷേ നിയമനം കഴിഞ്ഞപ്പോൾ ഇന്ന് ചാർജ് എടുക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ ആ ചാർജ് എടുക്കൽ ഒരു ദിവസമാണ് നടക്കുന്നത്. ഒരു ചൊവ്വാദോഷമുണ്ട് എന്ന് മാത്രമല്ല, ഇതിനകത്ത് വലിയൊരു 7 മണി കഴിഞ്ഞിട്ട് പത്രക്കാരെ കാണുമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് നേരെ അദ്ദേഹം കണ്ണൂരിലേക്കാണ് പോയത്. കണ്ണൂർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിലൊന്ന് അദ്ദേഹം നേരിട്ട നാളുകൾ 2-ാം ദിവസം ജോലി ചെയ്ത് 2-ാമത്തെയോ 3-ാമത്തെ ദിവസം വലിയൊരു അഗ്നിപരീക്ഷ നേരിട്ട ആ സ്ഥലത്തേക്ക് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പോകാൻ നിശ്ചയിച്ചിട്ടുള്ളത്. അവിടെയോ P ജയരാജൻ മാത്രമല്ല, പാർട്ടി സഖാക്കളിൽ ധാരാളം പേര് അവർക്കെതിരാണ്. കണ്ണൂരുകാരൻ തന്നെയായ MV ഗോവിന്ദനും അതുപോലെ തന്നെ MV ജയരാജനുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് കാര്യമൊന്നുമില്ല, ഇയാൾ മാത്രമല്ല ഇത് ചെയ്തത്, ഇയാളില്ല എന്ന് പറയുന്നില്ല. റവട ചന്ദ്രശേഖരൻ അതിലൊരാളായി ഇരുന്നൊന്നും മാത്രമേ ഉള്ളൂ. അനേകം പേരുണ്ടായിരുന്നു ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ. അപ്പോൾ അതിലൊരാൾ മാത്രമായിട്ടുള്ള ആളിനെ മാറ്റി നിർത്തുന്നതിൽ കാര്യമല്ല. തന്നെയല്ല, ഇത് പറഞ്ഞ P ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ നിതിൻ അഗർവാൾ എന്ന് പറയുന്ന ആൾ തങ്ങളുടെ സഖാവായിട്ടുള്ള സുകുമാരനെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ചതാണ്. അപ്പോൾ ആ ചോയ്സ് ഇസ് ബിറ്റ്വീൻ, ഇഫ് ദ ചോയ്സ് വാസ് ബിറ്റ്വീൻ നിതിൻ അഗർവാൾ ആൻഡ് റവത ചന്ദ്രശേഖർ, ദി ഓൺലി ചോയ്സ് ലെഫ്റ്റ് വാസ് രവത ചന്ദ്രശേഖർ എന്നുള്ളത്. പക്ഷേ പാർട്ടി അണികളിൽ ഇപ്പോഴും ആ വികാരം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്ന് ശക്തമായ എതിർപ്പ്
പിണറായി വിജയൻ ഉണ്ടാവും. പക്ഷേ ഒരുപക്ഷെ പിണറായി വിജയൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പി ജയരാജനെ അവിടെ നിന്ന് ഒതുക്കുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇനിയിപ്പോൾ എന്തിനായിരുന്നു എന്തുമാത്രം ബഹളങ്ങളും രാഷ്ട്രീയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെയാണ് കേരളത്തിൻ്റെ മണ്ണിൽ നടന്നത്. അതെല്ലാം നിഷ്ഫലമായിട്ട് ഇപ്പോൾ ആരോ പറയുന്നുണ്ട്, ഒരു സഖാവ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ സഖാക്കൾക്ക് മരണാനന്തരം കൊടുത്ത ബഹുമതിയാണ് റവദ ചന്ദ്രശേഖറിൻ്റെ DGP ആയിട്ടുള്ള പ്രൊമോഷൻ എന്നാണ്. കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്ന പോലെയാണ്. എത്രമാത്രം വേട്ടയാടിയിരുന്ന ആൾക്കാരെയൊക്കെ പുനഃസ്ഥാപിച്ചു കൊണ്ടിരിക്കുക എന്നു മാത്രമാണ്. വിഷയം എന്തിനു വേണ്ടിയായിരുന്നു സമരം? സ്വാശ്രയ കോളേജുകൾക്കെതിരെ. ആ സ്വാശ്രയ കോളേജിലേക്ക് കറങ്ങിത്തിരിഞ്ഞ് വന്നിരിക്കുകയാണ്. നോക്കൂ എത്രമാത്രം എത്ര വ്യർത്ഥമാണ് നമ്മുടെ ഈ പ്രക്ഷോഭങ്ങളും ഈ സമരവീര്യങ്ങളും ഈ രക്തം തിളയ്ക്കലുകളും ഒക്കെ എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുന്ന ഒരു അപ്പോയിൻമെൻ്റാണ്. ആ ഒരു ഫിലോസഫിക്കൽ ആംഗിളിലാണ് ഞാനിതിനെ കാണുന്നത്. നമ്മൾ ഈ താൽക്കാലികമായിട്ടുണ്ടാക്കുന്ന ശത്രുത, കൊലപാതകങ്ങളെല്ലാം വ്യർത്ഥമാണെന്ന് നമ്മുടെ ഭാരതീയ സംസ്കാരം പറയുന്നത് പോലെ തന്നെ പൂന്താനവും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനും നാം വൃഥ. കാണുന്നില്ല ജനിക്കുന്ന നേരത്തും കാണുന്നില്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ എന്നുള്ള പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയെ ശരിവെക്കുന്ന മറ്റൊരു സംഭവമാണ് നമ്മുടെ കണ്ണിന് മുൻപിൽ കൂടി ഇപ്പോൾ റവദ ചന്ദ്രശേഖറിൻ്റെ രൂപത്തിൽ കടന്നു പോയിരിക്കുന്നത് എന്ന് ഉപസംഹരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.